ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളൊരു അബുദാബി ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മളെ ഇപ്പം നമ്മളൊന്ന് കറങ്ങാനൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് കാലാവസ്ഥ. അപ്പോൾ ദുബായ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നവംബർ ലാസ്റ്റ് ഫെബ്രുവരി ആദ്യം വരെയുള്ള ആ സമയമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് നമ്മൾ ജൂണിലൊക്കെ ചുമ്മാ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ജൂണിലൊന്നും നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ചൂട് ഭയങ്കരമായിരിക്കും. അവിടെയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയൊക്കെ വരും ജൂണിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ ജൂൺ ഒന്നും സെലക്ട് ചെയ്യരുത്. ഒരു നവംബർ ലാസ്റ്റ് 2 വീക്സ് തൊട്ട് ഫെബ്രുവരി ഫസ്റ്റ് 2 വീക്സ് ഇത്രയും നമുക്ക് പറ്റിയ സമയമാണ്. അപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ പതുക്കെ തണുപ്പ് വീണ് തുടങ്ങും. അപ്പോൾ ഒരു സ്വെറ്റർ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഏതാണേലും ആ സമയത്ത് നമുക്ക് സഹിക്കാവുന്ന കാര്യങ്ങൾ, പുറത്തിറങ്ങിയാലും ചൂടൊക്കെ സഹിക്കാവുന്ന ചൂടുകളേ ഉള്ളൂ. പിന്നെ നമ്മൾ ടിക്കറ്റ്, വിസിറ്റിംഗ് വിസയൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ. ടിക്കറ്റ് പല സമയത്ത് പല റേറ്റാണ്. ചില സമയത്ത് തീരെ കുറഞ്ഞിരിക്കും, ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു ഏജൻസീനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അവർ നമ്മളെ വിളിച്ച് പറയും ഇന്ന സമയത്ത് ടിക്കറ്റ് വളരെ ചാർജ് കുറവാണ്, ഇന്ന ദിവസം ഇന്ന ടൈമിൽ. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമൊന്നും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ രാത്രി ആയിരിക്കും ഫ്ലൈറ്റ്. രാത്രി ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു രാത്രി 1 മണിക്കൊക്കെ ആയിരിക്കും. നമ്മൾ 4-4.5 മണിക്കൂർ ഈ ഫ്ലൈറ്റിലിരിക്കണം. അത് കഴിഞ്ഞ് അവിടെ വെളുപ്പിനെ ആയിട്ട് പോലും കാണത്തില്ല നമ്മൾ എന്നിറങ്ങുമ്പോൾ. പക്ഷേ എങ്കിലും ടിക്കറ്റ് ചാർജ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും. ടിക്കറ്റ് ചാർജ് കുത്തനെ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയൊക്കെ പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏജൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റേറ്റ് കുറയണ സമയത്ത് നമ്മളെ വിളിക്കും. അതുപോലെ വിസയുടെ കാര്യങ്ങൾ എല്ലാം അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ നമ്മളതിനായിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതുപോലെ നമ്മുടെ ലഗേജ് കഴിവതും ഏറ്റവും നല്ലത് ഒരു തോൾസഞ്ചിയിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ ഒരു 3 സെറ്റ് ഉടുപ്പ്. നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇതുപോലെ സ്ഥിരം യാത്ര പോകുന്ന ആളാണ്. അദ്ദേഹം ചെയ്യുന്നത് രാത്രി കഴുകിയിട്ട് രാവിലെ ഉണങ്ങുന്ന തരം ഉടുപ്പുകളാണ് കൊണ്ടുവന്നത്. അതും ഒരു ബുദ്ധിപരമായ തീരുമാനമാണ്. അപ്പം നമ്മളും അതുപോലെ തന്നെ കഴിവതും ലഗേജ് വളരെ കുറച്ചുള്ള രീതി സ്വീകരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇതിൻ്റെ ഈ പാസ്പോർട്ട്, വിസ, ടിക്കറ്റ് ഇതുപോലുള്ള സംഗതികൾ ഏറ്റവും മുകളിൽ വെക്കുക. അപ്പോൾ എപ്പോഴും അവർ ചോദിക്കുമ്പോഴൊക്കെ അത് പരിശോധനയ്ക്ക് ചോദിക്കുമ്പോഴൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇതിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത ചില സംഗതികൾ അവിടെ എയറോഡ്രോമിൽ തന്നെ ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കായിട്ട് അവരിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ ഒന്നും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇതൊക്കെ തുറന്ന് കാണിക്കേണ്ടി വരും. തുറന്ന് കാണിച്ച് അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് വേണം പിന്നെ നമ്മുടെ യാത്ര തുടരാൻ. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പൈസ. രൂപ നമ്മുടെ കയ്യിൽ എത്രയുണ്ടെങ്കിലും അത് ദുബായിലോ അല്ലെങ്കിൽ അബുദാബിയിലോ ചെന്ന് കഴിഞ്ഞാൽ അതിന് യാതൊരു വിലയില്ല, വെറും കടലാസിൻ്റെ വില. അപ്പോൾ അതിന് രൂപ നമ്മൾ ദിറംസായിട്ട് മാറ്റണം. ഇത് നമ്മളുടെ ഈ കായംകുളത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ തൊട്ട് ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ എയർഡ്രോമിലുണ്ട്. ഇല്ല, നമ്മൾ ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ ദുബായിലെ എല്ലാ മാളുകളിലും ആദ്യത്തെ ഷോപ്പ് ഇതാണ്, ഈ മണി എക്സ്ചേഞ്ച്. അത് നമ്മുടെ ഞാനിപ്പോൾ കായംകുളത്തുകാരനാണ്. കായംകുളത്ത് ഇതുണ്ട് മണി എക്സ്ചേഞ്ചിൻ്റെ സ്ഥലങ്ങൾ. അപ്പോൾ അവർ ഒരു ചെറിയ എമൗണ്ട് അവരുടെ കമ്മീഷൻ എടുക്കും എന്നുള്ളതേ ഉള്ളൂ, മാറിക്കിട്ടും.
ദറംസായിട്ട് മാറ്റിയെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ യാത്രക്ക് മുമ്പുള്ള ഭക്ഷണം കഴിച്ചിട്ട് കയറുന്നതാണ്. ഇപ്പോൾ നെടുമ്പ്രാശ്ശേരി എയർപോർട്ടിലോ ട്രിവാൻഡ്രം എയർപോർട്ടിലോ ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കയറുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ഈ എയറോഡ്രോമിൽ ഇതെല്ലാം കിട്ടും. പക്ഷേ ഒരു ചായക്കാണേലും 200-250 രൂപ ആകും. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾക്കും ഭയങ്കര ചിലവായിരിക്കും. അപ്പോൾ നമ്മൾ 4.5 മണിക്കൂർ ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എയറോഡ്രോമിലോട്ട് പോവുക. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആകുമ്പോൾ നമ്മളെങ്ങനെ ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാവുന്ന, പക്ഷേ നമ്മൾ ഒരു പ്ലെയിനിൽ എയർ ഇന്ത്യയുടെ ഒരു പ്ലെയിനിൽ നമുക്ക് ഭക്ഷണമൊക്കെ തന്നു കേട്ടോ. ഒരു അരവയർ നിറയാനുള്ള ഭക്ഷണം അതിനൊരു വിലയൊന്നും മേടിക്കത്തില്ല. അങ്ങനെ തരുന്ന ഭക്ഷണത്തിന് വിലയൊന്നും മേടിക്കത്തില്ല. അല്ലാതെ നമ്മൾ എയറോഡ്രോമിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മണ്ടത്തരമാണെന്ന് പറഞ്ഞാൽ കാശ് കൂടുതലാകും. അപ്പോൾ നമ്മൾ ഒരു 4-4.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദുബായിൽ എത്തി. അപ്പോൾ ഈ കാണുന്ന എല്ലാം ദുബായ് കാഴ്ചകളാണ്. അപ്പോൾ ഇനി നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് താമസ സൗകര്യം. ഏറ്റവും നല്ലത് നമുക്കാരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ താമസിക്കുക. അപ്പോൾ അത് ഭാര്യയും ഭർത്താവും കൊച്ചുമൊക്കെ ആയിട്ട് അവർ താമസിക്കുകയായിരിക്കും. അപ്പോൾ കൊച്ചിനെ പ്ലേ സ്കൂളിൽ പോകണം, ഭർത്താവിന് ജോലിക്ക് പോകണം, ഭാര്യയ്ക്ക് ജോലിക്ക് പോകണം. അപ്പോൾ നമുക്ക് അവർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മൾ രാവിലെ കറങ്ങാൻ ഇറങ്ങുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്നു. അങ്ങനെ ഒരു രീതിയുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് ഹോട്ടലിൽ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. അപ്പോൾ ഇവരോട് നമുക്ക് വേണ്ടി ഒരു 4 ദിവസത്തേക്ക് മുറി ബുക്ക് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പൈസ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിലിരുന്ന് ഓൺലൈനിൽ മുറിയൊക്കെ ബുക്ക് ചെയ്യാം. അതിൻ്റെ റിവ്യൂ കാണാൻ പറ്റും. ആ ഹോട്ടലുകളുടെ റിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ താമസിച്ചത് ദുബായിൽ ഫോർച്യൂൺ പ്ലാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടല് വളരെ ഇൻഎക്സ്പെൻസീവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസത്തേക്ക് 1000 ദിറംസ്. 1000 ദിറംസ് എന്ന് പറയുമ്പോൾ 20,000 രൂപ. അപ്പോൾ ഒരു ദിവസത്തേക്ക് 5000 രൂപ. നമുക്കിവിടെ ആണെങ്കിലും അത്രയും പോഷായിട്ടുള്ള ഒരു റൂം കിട്ടണമെങ്കിൽ 2 പേർക്ക് കിടക്കാനൊക്കെയുള്ള ഡബിൾ റൂം കിട്ടണമെങ്കിൽ ഇവിടെയാണെങ്കിലും ഒരു 3500-4500 രൂപ എന്തായാലും ആകും. അപ്പോൾ ഈ 5000 രൂപ ഒരു കൂടുതലല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി ചെയ്യണമെങ്കിൽ ഈ രീതിയിലും കിട്ടും. ഭയങ്കര ചിലവുള്ള ഹോട്ടലുകളും ഉണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇപ്പം നമ്മൾ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി ഹോട്ടലിലോട്ട് ഊബർ ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത്. ഈ ടാക്സി എവിടെ വേണേലും വരും. എവിടെ വന്നാൽ നമ്മൾ വിളിക്കുന്നിടത്ത് വരും, നമുക്ക് പോകേണ്ടടുത്ത് അവർ കൊണ്ടാക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ചിലവ് കൈവിട്ടു പോകും. അപ്പോൾ നമ്മൾ ഹോട്ടൽ എടുക്കുമ്പോൾ എപ്പോഴും ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെട്രോ സ്റ്റേഷനുകളുണ്ട്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രാം എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങളവിടെ കണ്ട്. ഈ വളരെ നീളമുള്ള ഒരു ബസ് പോലത്തെ സംഭവമാണെങ്കിലും റോട്ടിൽ കൂടെയാണ് പോകുന്നതെങ്കിലും വളരെ നീളമുള്ള ഒരു സംഗതി. അതിൻ്റെ സ്റ്റേഷനുകളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റേഷനുകളുടെ അടുത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ വാക്കബിൾ ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് ഈ ടാക്സി കൂലി സേവ് ചെയ്യാൻ പറ്റും. ഇതിനാണെങ്കിൽ വലിയ എക്സ്പെൻസ് വരത്തുമില്ല. അപ്പോൾ നമ്മൾ കഴിവതും ടാക്സി അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത് ഒരു നല്ല ബുദ്ധിപരമായ തീരുമാനമാണ്. എന്ന് പറഞ്ഞാൽ ടാക്സി കൂലി വളരെ കൂടുതലാണ്. ഇനി അടുത്തത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലാണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം വെളിയിൽ നിന്നാണ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.
അപ്പോൾ വെളിയിൽ നിന്ന് നമ്മൾ ദുബായിയുടെ ഒരു ഹോട്ടലിലേക്ക് കയറുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 1000 രൂപയ്ക്ക് മുകളിൽ പോകും. പക്ഷേ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ താമസിച്ച ഈ ഫോർച്യൂൺ പ്ലാസയുടെ അടുത്ത് തന്നെ തിരുവല്ലയിലുള്ള തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ബ്രാഞ്ച് അവിടെ അവിടെ ഉണ്ട്. ഇതിങ്ങനെയുള്ള ചില റെസ്റ്റോറൻറ്റ് അവിടെ ഇന്ന് ഈ പതാകയൊക്കെ കുത്തിയിരിക്കുന്ന അവരുടെ 52ാമത് ദേശീയ ദിനമാണ് ഇവിടുത്തെ UAEയുടെ. അതുകൊണ്ടാണ് ഈ പതാകയൊക്കെ കുത്തിയിരിക്കുന്നത്. എൻ്റെ ഡോർ ഡെലിവറിയുടെ വണ്ടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് മലയാളി സദ്യയും മലയാളി വിഭവങ്ങളും എല്ലാം കിട്ടി. അപ്പോൾ അതിൻ്റെ താഴെ ഇറങ്ങി ഞങ്ങൾ നോക്കിയപ്പോഴും മിക്കവാറും എല്ലാ കടകളും മലയാളി കടകളാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു 250-300 രൂപയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തരപ്പെടും. അപ്പോൾ അതുപോലെ ഉച്ചക്കുള്ള ഊണ് വേണേൽ കിട്ടും, വൈകിട്ടുള്ള ഭക്ഷണം കിട്ടും. അപ്പോൾ ചിലവ് ഒരു പകുതിയുടെ ഒരു 1/3 കുറക്കാൻ പറ്റും. നമ്മൾ ദുബായിലെ ഒരു ഹോട്ടലിലോട്ട് കയറി കഴിക്കുന്നതിനേക്കാൾ ഒരു 1/3 ഈ ദുബായിൽ തന്നെയുള്ള ഈ മലയാളി റെസ്റ്റോറൻറ്റ്, ചിലവ് കുറഞ്ഞ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ ഭക്ഷണം കഴിക്കാനും പറ്റും. ദുബായിലുള്ള ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിലും മിക്കവാറും നമ്മുടെ ഭക്ഷണങ്ങൾ വളരെ വളരെ റെയറായിട്ടേ കിട്ടത്തുള്ളൂ. കൂടുതലും അറബി സ്റ്റൈൽ ഭക്ഷണങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ഷെഫ് ലതാസ് കിച്ചൺ അത് കുറച്ച് അറിയപ്പെടുന്ന ഒരു കടയാണ്. ഇച്ചിരി നമ്മുടെ ഈ ഞാൻ ആദ്യം പറഞ്ഞ കടകളിനേക്കാൾ ഇച്ചിരിയുടെ ചിലവ് കൂടുമെങ്കിലും ദുബായിലെ ചിലവൊന്നും വരത്തില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് പാൽക്കപ്പ, നമ്മുടെ കപ്പ അവർ പാൽക്കപ്പ എന്നും പറഞ്ഞൊരു വിഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് കഴിക്കുന്ന അവിടെ നിന്നാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു പോയിന്റ്, മിക്കവാറും ഇതുപോലുള്ള കടകളിൽ ഒരു നമ്മുടെ മലയാളി സ്റ്റൈലിൽ ഒരു ചില്ലലമാരെയും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ചില്ലലമാരയുടെ പടവും അതിൻ്റെ അകത്ത് മലയാളി നമ്മുടെ പരിപ്പോടിയും ഉഴുന്നുവടയും സൂര്യനും ഒക്കെ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എങ്കിലും വെച്ചിരിക്കും. അപ്പോൾ അത് നോക്കി അങ്ങ് കയറിയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ അടുത്ത ഏറ്റവും പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഷോപ്പിംഗാണ്. ഈ ഷോപ്പിംഗ് നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. നമ്മൾ അവിടെ ഇഷ്ടംപോലെ ഷോപ്പിംഗ് മാളുകളുണ്ട്. ഉദാഹരണത്തിന് ഐക്യ, അതൊരു ഫർണിച്ചറിനാണ് പ്രാധാന്യം. പക്ഷേ എങ്കിലും അവിടെ എല്ലാ സാധനങ്ങളും ഈ വീട്ടുപകരണങ്ങളെല്ലാം അവിടെ കിട്ടും. അപ്പോൾ അതിലൊക്കെ നമുക്കൊന്ന് കയറി കറങ്ങി നടന്ന് ഇത് മൊത്തം കാണാനും, അവിടെ ഫുഡ് കോർട്ടുകളുണ്ട്. ഈ ഫുഡ് കോർട്ടുകളിൽ നിന്ന് വല്ലതൊക്കെ കഴിച്ചൊക്കെ നമുക്കൊരു വേണമെങ്കിൽ ഒരു 6-7 മണിക്കൂർ കറങ്ങിയാലും തീരാത്ത രീതിയിൽ കാണാനുള്ള വസ്തുക്കളുണ്ട്. ഇതൊന്നും ആരും നമ്മളെന്താ ഒന്നും മേടിക്കാത്തതൊന്നും ആരും ചോദിക്കത്തില്ല. നമുക്ക് കറങ്ങിയിട്ടൊക്കെ ദുബായിലെ കച്ചവടമൊക്കെ എങ്ങനെയാണ്, അവിടെ വേറൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകം മൊത്തം അവിടെ കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യക്കാരുടെ കടകളും അതുപോലെ തന്നെ അവിടെ വരുന്ന ആളുകൾ ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തിലുമുള്ള ആളുകളെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇരുന്നാലും നമുക്കിതൊക്കെ കാണാൻ പറ്റും. അതുപോലെ വേറൊരെണ്ണം നമ്മൾ കയറി കറങ്ങി നടക്കാൻ ഏറ്റവും നല്ലത് ഈ ദുബായ് മാളെന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. അതിൻ്റെ അകത്താണേലും നമുക്കിതുപോലെ കറങ്ങി നടക്കാം. 1000-ന് മുകളിൽ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ മേടിക്കാനും ഒക്കെ ആയിട്ട് അവിടെ ഇഷ്ടം പോലെ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. അവരെയൊക്കെ കാണാം, പല ടൈപ്പ് ആളുകൾ. അതുപോലെ തന്നെ അവിടെ ഒരു വലിയ അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു 7:30 രാത്രി 7:30 എപ്പോഴും അവിടെ ഒരു ഫൗണ്ടൻ, ഡാൻസിങ് ഫൗണ്ടനും അതിൽ ലൈറ്റും ഒക്കെ ഇട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം കണ്ട്. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഫൗണ്ടൻ്റെ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്ന ബുർജ് ഖലീഫ, അത് നമുക്ക് അവിടെ വന്നാൽ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഒരു ചിലവുമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ നമുക്ക് ഇറങ്ങി നടന്ന് കാണാം, ഭക്ഷണം കഴിക്കാം, ഈ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കാം. അല്ലെങ്കിൽ ആരും ചോദിക്കത്തില്ല എന്താണ് ഇങ്ങനെ കറങ്ങി നടക്കണമെന്നൊന്നും ആരും ചോദിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ദുബായ് ട്രിപ്പിനെ പറ്റി എങ്ങനെ നമുക്ക് കഴിവതും ചിലവ് കുറക്കാം എന്ന് പറയാനുള്ളത്. തിരിച്ചാണേലും ഇതുപോലെയൊക്കെ തന്നെ
ഈ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര മേടിച്ചാലും മതി വരാത്ത രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഈ ഐക്യയിലുള്ളതെല്ലാം ക്വാളിറ്റി സാധനങ്ങളാണ്. പക്ഷേ ഇത് ഒന്നാമത്തെ പ്രശ്നം, നമ്മളിത് തിരിച്ച് നമ്മൾ തന്നെ കൊണ്ടുവരണം. രണ്ടാമത്തെ പ്രശ്നം വില കുറച്ച് കൂടുതൽ. പക്ഷെ വില കുറഞ്ഞ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അയാൾ നോക്കിയിട്ട് വില കുറഞ്ഞ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ദുബായ് അബുദാബി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരാളിനെ ഇത് വളരെ പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഒന്നിട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ദുബായിനെ പറ്റിയുള്ളത് അൽസീഫ് ദുബായ്. അത് പുരാതന മാർക്കറ്റ് അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പുരാതന ദുബായ് അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി പറയാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.